ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 13 രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാമത്തെ അധ്യായമാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാവുന്ന ചില പ്രത്യേകതകൾ ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. എന്താണത്? ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചതുർചക്രം, ഒരു ടെട്രാ സൈക്കിൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാം. ഞാൻ നേരത്തെ അതേക്കുറിച്ചൊന്ന് പരാമർശിച്ചതാണ്. പാപം, ശിക്ഷ, അനുതാപം, രക്ഷ. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ. ഈ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അവരുടെ ചരിത്രത്തിൽ. ലോകത്തിൻ്റെ ചരിത്രം ദൈവം വെച്ചിരിക്കുന്നത് നേർരേഖയിലാണ്, ലീനിയർ ഹിസ്റ്ററി എന്നാണ്, എൻസൈക്ലിക്കലല്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിയാൽ അതിലെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു എൻസൈക്ലിക്കലാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റി നിൽക്കുന്നതായിരിക്കുന്ന പാപങ്ങളാണ്. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും, ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ അനുദപിക്കുമ്പോൾ ദൈവം രക്ഷകനെ കൊടുക്കും. കുറച്ചു കാലം അവർ നേരെയോ ജീവിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ അവർ അനുദപിക്കുമ്പോൾ രക്ഷകനെ കൊടുക്കും. ഇങ്ങനെ അവർ സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ എന്ന് ഉള്ള ഒരു ചതുർചക്രത്തിൽ ഇവർ കിടന്ന് കറങ്ങുകയാണ്. ആവർത്തിച്ച് അവർ ഈ ചക്രം തന്നെ, ഈ പാപങ്ങൾ തന്നെ ചെയ്യും. അവർ ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. കുറേ കാലം ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ അനുദപിക്കും. ദൈവം അവർക്ക് രക്ഷകനെ അയച്ച് അവരെ രക്ഷിക്കും. അങ്ങനെ കുറേ കാലം അവർ നേരെ ചൊവ്വയുള്ള വഴിയിൽ നടക്കും, ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ദുർബുദ്ധി തോന്നും. അവരെ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യും. ഉടനെ ദൈവം എന്ത് ചെയ്യും? അടുത്തുള്ളതായിരിക്കുന്ന അന്യജാതിക്കാരെ അവർക്ക് അയക്കും. അവർ വന്ന് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കും, ഉപദ്രവിക്കും. കുറച്ച് പേരെ കൊല്ലും, കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോകും. അവരുടെ കൃഷിയെല്ലാം നശിപ്പിക്കും, ആടുമാടുകളെല്ലാം കൊണ്ടുപോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരെ ദൈവത്തോട് കരയും. ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയും. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? അവരുടെ ആ മാനസാന്തരം ദൈവം അംഗീകരിക്കും. യഥാർത്ഥ മാനസാന്തരം അല്ലെന്ന് അറിഞ്ഞാൽ പോലും ദൈവം അത് അംഗീകരിക്കും. അവർക്കൊരു രക്ഷകനെ ദൈവം അയച്ചു കൊടുക്കും. ആ രക്ഷകൻ വന്ന് ആവശ്യമായ പ്രതിക്രിയ നടത്തി അവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ 30, 40, 50, 80 ഒക്കെ വർഷങ്ങൾ മാനമര്യാദയ്ക്ക് അവർ ജീവിക്കും, യഹോവയൊക്കെ സേവിച്ച്. അത് കഴിയുമ്പോൾ പിന്നെയും ഈ ചിത്രബുദ്ധി അവരുടെ ഇടയിൽ കൊണ്ടുവരും. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവം ചിലപ്പോൾ 20, 25, 40 വർഷം വരെയൊക്കെ തുടരും. ശത്രുവിൻ്റെ ഉപദ്രവം സഹിക്കാതെ വരുമ്പോഴേ ഇസ്രായേൽ കരയും. അല്ലാതെ ആദ്യമൊന്നും കരയില്ല. വളരെ സഹിക്കാതെ വരുമ്പോൾ അപ്പോഴവർ കരയും. അവർ നിലവെല്ലാം കൊയ്തുകൊണ്ട് പോയാലൊന്നും കരയില്ല. പക്ഷേ അവസാനമായിട്ട് അവരുടെ പിള്ളേരെയും പിടിച്ചുകൊണ്ട് പോകും, അവരുടെ മൃഗങ്ങളെയും പിടിച്ചുകൊണ്ട് പോകും, അവരെ ഉപദ്രവിക്കും. അങ്ങനെ വരുമ്പോൾ അവർ കരയും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയും. പാപം ചെയ്യുന്നവർക്ക് ഭയങ്കര ഹരമാണ്. ചില ആൾക്ക് അങ്ങനെയുണ്ട്, പാപം ചെയ്യുന്ന ഭയങ്കര രസമാണ്. അവരതേക്കുറിച്ച് അഭിമാനപൂർവ്വം മണിക്കൂറിലിരുന്ന് സംസാരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അവനെ തട്ടിക്കളഞ്ഞു, ഇവനെ തട്ടിക്കളഞ്ഞു, അവിടെ പിടിച്ചു പറിച്ചു, ഇവിടെ പിടിച്ചു പറിച്ചു, അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ കൊള്ളയടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടാൽ വലിയ ധീരമായ പ്രവൃത്തികളാണ് അവർ ചെയ്തതെന്ന മട്ടിലാണ് അവർ പറയുന്നത്. എന്നാൽ ഇതെല്ലാം കാണുന്നവനായിരിക്കും ദൈവമുണ്ട്. ദൈവം അവർക്ക് പ്രതിയോഗി അയക്കുകയും ആ പ്രതിയോഗി വന്നവരെ മര്യാദ പഠിപ്പിക്കുകയും ചെയ്യും. പാപത്തിൻ്റെ ഭയങ്കരത മനസ്സിലാക്കി നാം പാപത്തിൻ്റെ വഴികളെ ഒഴിവാക്കണം. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. ദൈവം അതിപരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് നാം ഏതെങ്കിലും സൂത്രപ്പണികളൊക്കെ ചെയ്ത് നമുക്ക് വിജയം നേടാമെന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഞെരുക്കത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുകയും നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുകയും തെറ്റുകളെക്കുറിച്ച് ഏറ്റുപറയുകയും ദൈവത്തോടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവം കരുണയുള്ളവനാണ്. അതില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് എന്നേ നീക്കപ്പെടുമായിരുന്നു. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ കരുണയുള്ളവനാണ് എന്ന് വെച്ച് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരിക്കലും വരുത്. ഇവിടെ റോമാലേഖനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, കൃപ വർദ്ധിക്കേണ്ടതിന് പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്ന്. ഒരിക്കലും വരുത്, അങ്ങനെ അരുത്. ദൈവം കരുണ കാണിക്കുമെന്ന് വിചാരിച്ച് നാം പാപം ചെയ്യരുത്. പാപം നമ്മെ നശിപ്പിക്കും. പാപം ചെയ്യാതിരിക്കുവാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. അത് ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അവിടുന്ന് പാപത്തെ വെറുക്കുന്ന പോലെ ഞാനും പാപത്തെ വെറുക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ നമുക്ക് പാപത്തെ വെറുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതെ, പാപത്തെ വെറുക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഒരിക്കലും പാപത്തെ സ്നേഹിക്കുകയില്ല. പാപത്തെ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവരെയും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിയല്ല. ദൈവം പാപത്തെ വെറുക്കുന്നവനാണെന്നറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ദിവസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.